ഇത് കണ്ടോ, ഞാൻ ഒരു ബസ് യാത്രയിലാണ്. ഈ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മൂന്നാറിലുള്ള ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടിയാണ്. ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെ പോയിട്ടുണ്ടോ? വളരെ സുന്ദരമായ ഒരു എസ്റ്റേറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞങ്ങളുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മൂന്നാറിൽ നിന്നും ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ്. വളരെ ദുർഘടം പിടിച്ച വിജനമായ വഴി കൂടെ വേണം ഇവിടെ എത്തിച്ചേരാനായിട്ട് കേട്ടോ. ഇത് കണ്ടോ, റോഡുകൾക്കൊന്നും വീതിയൊന്നുമില്ല. ഇപ്പോൾ എസ്റ്റേറ്റിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. നമ്മുടെ ലക്ഷ്മി അല്ല, ലക്ഷ്മി എന്നാണ്. LECHMI ഒരു തമിഴ് വേർഡാണ്. ഇത് കണ്ണന്താവിൻ്റെയാണിത്. നല്ല സുന്ദരമായ കാഴ്ചയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് പറഞ്ഞറിയിക്കാതെ വയ്യ, അത്ര രസമാണ് ഇവിടെ. പിന്നെ ഒരു ബസ് കഷ്ടിച്ച് കടന്നു പോകുന്ന വീതിയുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എസ്റ്റേറ്റിനകത്തൂടെയുള്ള റോഡല്ലേ, അതുകൊണ്ടാണ്. സാധാരണ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പം 2 സൈഡിൽ ഇതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെ, ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതൊരു പ്രത്യേക സുഖമാണ്. കാരണം റോഡിന് തീരെ വീതിയില്ല. ഇവിടെ ഈ കുളന്ത് നുള്ളി പോകുന്ന ചെറിയ പിക്കപ്പ് വാൻ മാത്രമല്ലേ ഇതിലേ വരത്തുള്ളൂ, ആ വീതിയേ ഉള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് കുറേ ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ കാലാവസ്ഥ, മൂന്നാറിലെ കാലാവസ്ഥ അറിയാമല്ലോ, എപ്പോഴും പ്രത്യേക ഒരു തണുപ്പും മഞ്ഞും ഒക്കെയാണ്. ഇവിടെ എപ്പോഴും മഞ്ഞിൽ മൂടിക്കിടക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇന്നെന്തോ നമ്മുടെ ഭാഗ്യത്തിന് ഈ സമയം വരെ മഞ്ഞായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ മൂടൽമഞ്ഞ് കാണാറുണ്ട്. ഇതിപ്പം യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൂന്നാർ ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ പിന്നെ ഈ കാട്ടാനകളുടെയൊക്കെ ശല്യമൊക്കെ ഉള്ളതാണ് കേട്ടോ. സന്ധ്യ കഴിയുമ്പോഴൊക്കെ എപ്പോഴും കാണും. ഈ എസ്റ്റേറ്റിനകത്തൊക്കെ ഈ ആനിമൽസ് എല്ലാം കയറി വരുന്നതാണ്. ഇപ്പോൾ ഈ പകലായതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്, ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ മൂന്നാറിൻ്റെ ഉൾഗ്രാമ കാഴ്ചകൾ നേരത്തെ 2-3 വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ. ഒരു ചതുരംഗപ്പാറ, ഒരു മുരുകൻ മല, അതുപോലെ തന്നെ ഒരു ഭ്രമരം പോയിൻ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, മൂന്നാർ ടൗണിൽ നിന്നും നമ്മൾ ഉള്ളിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് ആ നല്ല സുന്ദരമായ, നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങളൊക്കെയാണ് ഈ റോഡിൻ്റെ സൈഡിൽ, റോഡെന്നല്ല എസ്റ്റേറ്റിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. മൂടൽമഞ്ഞ് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. തണുപ്പും നല്ലതായിട്ടുണ്ട്. ഒരുപാട് ലയങ്ങളൊക്കെ ഉണ്ട്. ലയങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകുന്ന ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഈ മലയുടെ അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബസ് അവിടെ കുറേ നേരം നിർത്തിയിടും. നമുക്ക് ഇറങ്ങി ഞങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും ഒക്കെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം. കുറേ വാഹനങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.